ഹലോ ഹായ്. ഇന്ന് നമുക്ക് ഒരു ഹെൽത്തിയായ ദോശയുടെ റെസിപ്പി നോക്കാം. അതിനായിട്ട് ഞാൻ ഉഴുന്ന് വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കുന്നു. ഒരു അര കപ്പ് ഉഴുന്നാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം വെള്ളത്തിലിട്ട് കുതിരാൻ അനുവദിക്കും. ഇത് അങ്ങനെ തന്നെ വെള്ളത്തിൽ നിന്ന് എടുത്ത് അരച്ചെടുക്കും. അതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നത് സാധാരണ ഇഡലിയും ദോശയും ഉണ്ടാക്കാൻ അരിപ്പൊടിയാണ്. ഇവിടെ അതിന് പകരം റാഗി മിക്സാണ് ചേർക്കുന്നത്. ഇത് അന്നപൂർണ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെയാണ്. ഇവിടെ നമുക്ക് അവൈലബിൾ ആയതാണ് കേട്ടോ. നല്ലൊരു മിക്സാണ്. ഈ മിക്സിൽ നിന്നും ഞാൻ അര കപ്പ് എടുക്കും. വീണ്ടും അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത് ഗോതമ്പ് പൊടിയാണ്. ഇവിടെ ഞാൻ ആശീർവാദിൻ്റെ ഗോതമ്പ് പൊടിയാണ് ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് നാട്ടിൽ കിട്ടുന്ന ഗോതമ്പ് പൊടി ഉപയോഗിക്കാം. അതും അര കപ്പ് എടുക്കും. നമ്മൾ അരച്ച് വെച്ച ഉഴുന്നിലേക്ക് ഈ ഗോതമ്പ് പൊടിയും റാഗി മിക്സും നന്നായി മിക്സ് ചെയ്ത് ചേർക്കും. വെറും സാധാരണ വെള്ളത്തിൽ കലക്കിയാണ് ചേർക്കുന്നത്. അതിനുശേഷം ഇത് മൂന്നും കൂടെ ഒന്നാകാൻ വേണ്ടി ഞാൻ കൈകൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യും. കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്യുന്നത് മുഖാന്തരം ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് അല്ലേ, എല്ലാം നന്നായിട്ടൊന്ന് ചേർന്ന് വരും. പണ്ടൊക്കെ എൻ്റെ അമ്മയൊക്കെ ഈ ഇഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുന്നത് അന്ന് കല്ലിലരച്ചായിരുന്നു ഉണ്ടാക്കുന്നത്. ആ സമയത്ത് ഇതുപോലെ ഇങ്ങനെ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്താണ് വെച്ചിരുന്നത്. അതുപോലെ ഞാൻ ഈ ദോശ ഉണ്ടാക്കുമ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് നമുക്ക് ഫെർമെൻ്റായി വെച്ചു. രാവിലെ തന്നെ ഫെർമെൻ്റായി കിട്ടി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു. ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർക്കുക കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ദോശ ഉണ്ടാക്കാം. സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ ദോശ ഉണ്ടാക്കാം. പിന്നെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഒരുപാട് കട്ടി ഇതിന് ഉണ്ടാവത്തില്ല. കാരണം ഇതിനുള്ളിൽ ഗ്ലൂട്ടൻ ഫ്രീ ആണെന്ന് ഞാൻ പറയില്ല, കുറച്ച് ഗ്ലൂട്ടൻ ഉണ്ട്. പക്ഷേ ആ ഗ്ലൂട്ടന് വേണ്ടിയാണ്, അത് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈസി ആയിട്ട് കുറച്ച് സോഫ്റ്റായിട്ട് കിട്ടുന്നത്. ഞാനിത് ഗ്ലൂട്ടൻ ഒട്ടും ഇല്ലാതെ ഉണ്ടാക്കി നോക്കി. പക്ഷേ അത് വലിയ ടേസ്റ്റ് ഇല്ലായിരുന്നു, കഴിക്കാനൊരു രുചിയില്ലായിരുന്നതുകൊണ്ട് പിന്നെ ഞാൻ വീണ്ടും ഒന്ന് മാറി ശ്രമിച്ചിട്ടാണ് ഈ ഗോതമ്പ് പൊടി ചേർത്തുണ്ടാക്കുന്നത്. ദോശ ഉണ്ടാക്കുമ്പോൾ എനിക്ക് അല്പം നെയ്യൊക്കെ ചേർത്തുണ്ടാക്കുന്നത് ഇഷ്ടമാണ്, ഒരു ചെറിയ ടേസ്റ്റിന് വേണ്ടി. അപ്പോൾ നമുക്ക് സാധാരണ ദോശ ഉണ്ടാക്കുന്നത് പോലെ പരത്തി ഉണ്ടാക്കാം, അല്ലെങ്കിൽ തട്ട് ദോശ പോലെ ഉണ്ടാക്കാം. എനിക്കിഷ്ടം തട്ട് ദോശ പോലെ ഉണ്ടാക്കുന്ന കേട്ടോ. അപ്പോൾ പരത്തി ഉണ്ടാക്കുകയാണെങ്കിലും ഒരു ചെറിയ ഒരു ക്ഷമയോടെ അതൊന്ന് മൊരിഞ്ഞു വരാനായിട്ട് അനുവദിക്കണം. മൊരിഞ്ഞു വന്നു കഴിയുമ്പോൾ ഈസി ആയിട്ട് നമുക്കത് മറിച്ചിടാനായിട്ട് പറ്റും. അതേസമയം തട്ടുദോശ പോലെയാണെങ്കിൽ അത്രയ്ക്ക് മൊരിയേണ്ട ആവശ്യം വരത്തില്ല, നമുക്ക് ഈസി ആയിട്ട് മറിച്ചിടാം. അല്പം കട്ടിയുണ്ടല്ലോ, നേർത്ത നെയ് റോസ്റ്റ് പോലെയൊക്കെ ആകുമ്പോൾ അത് നന്നായി മൊരിഞ്ഞു വന്നതിന് ശേഷം മാത്രമേ ഉള്ളൂ നമുക്ക് ഈസി ആയിട്ട് മറിച്ചിടാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ ഞാൻ ഇതിനകത്ത് കണ്ടത്. പക്ഷേ ഇതിൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞാൽ 100% പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഫുഡാണ്. എല്ലാവർക്കും ഉപയോഗിക്കാം, ടേസ്റ്റിയാണ്. അതായത് ഹെൽത്ത് റെസ്ട്രിക്ഷൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാം ഉപയോഗിക്കാം. ഇവിടെ ഈ ദോശ ഉണ്ടാക്കുമ്പോൾ ഞങ്ങളെല്ലാവരും ഈ ദോശയാണ് കഴിക്കുന്നത്. കാരണം നല്ല ടേസ്റ്റിയാണ്. സാമ്പാറിൻ്റെ കൂടെയോ ചമ്മന്തിയുടെ കൂടെയോ ഒക്കെ നല്ലതാണ്. ഞാൻ സാധാരണ ദോശയായിട്ടുണ്ടാക്കുന്ന സമയത്തെല്ലാം ഇതുപോലെ തട്ട് ദോശയായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ദോശ ഉണ്ടാക്കിയതിന് ശേഷം അതിലേക്ക് അല്പം നെയ്യ് കൂടെ ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ്. എനിക്ക് ആ നെയ്യുടെ മണം ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യാം. ഏതെങ്കിലും വിധത്തിലുള്ള ഭക്ഷണ റെസ്ട്രിക്ഷൻസ്, ഡയബറ്റിക് ഉള്ളവർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഇതൊന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഇതുപോലെയുള്ള ഹെൽത്തി ആയിട്ടുള്ള നിരവധി റെസിപ്പീസുണ്ട്. അതെല്ലാമായി നമുക്ക് വീണ്ടും കാണാം. അതുപോലെ ഞാൻ സത്യം പറഞ്ഞാൽ ഈ റെസിപ്പി ഞാൻ തനിയെ ഒന്ന് കണ്ടുപിടിച്ചതാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി കുറച്ച് ഭക്ഷണത്തിൽ റെസ്ട്രിക്ഷൻസ് വന്നപ്പോൾ ഇങ്ങനെ ഈ ഒരു നവധാന്യങ്ങളുടെ മിക്സ് കിട്ടി. അതുപയോഗിച്ച് എങ്ങനെ ഉണ്ടാക്കാമെന്നൊരു പരിശോധനയിൽ ഉണ്ടായി വന്നതാണ്. ഞാൻ ഈ ദോശയുടെ റെസിപ്പി ഉണ്ടാക്കിയെടുത്തതാണ്. അത് ഞാൻ നിങ്ങളിലേക്കും പകർന്നു തരുന്നു. കാരണം അറിവുകൾ നമുക്ക് പകരപ്പെടാനുള്ളവയല്ലേ, അത് അടച്ചു വെക്കാനുള്ളവയല്ലല്ലോ. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് തരുന്നത്. ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുന്നെങ്കിൽ പ്രയോജനപ്പെടട്ടെ. ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമുള്ളവർ വിശന്നിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. സമയത്തിന് ആവശ്യത്തിന് ഭക്ഷണം കഴിച്ച് നല്ല ശീലങ്ങൾ നമുക്കുണ്ടാകാനായിട്ട് ഇടയാകട്ടെ. അത് എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹവും നന്മയും എല്ലാം ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ
ബായ്.